ഫ്രണ്ട്സ്, അപ്പോൾ നമ്മള് ഇവിടുത്തെ ഫസ്റ്റ് ചെയ്യുന്ന ഭാഗം ഇപ്പോൾ DB-യിൽ ഫസ്റ്റ് എപ്പോഴും ചെയ്യേണ്ടത് എർത്ത് ന്യൂട്രാണ് ആദ്യത്തെ വയർ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം വരുന്ന വയർ എന്ന് പറയുന്നത് ന്യൂട്രന്റെ ഭാഗങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് കണക്ട് ചെയ്യാം. ഇതിലിപ്പോൾ രണ്ട് സൈഡ് ന്യൂട്രൽ ലിങ്ക് വരുന്നുണ്ട്, അതേപോലെ അത്രയും ന്യൂട്രൽ ഇവിടെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സൈഡിൽ ന്യൂട്രൽ ലിങ്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എർത്താണ്, എർത്തിലേക്കുള്ള ഭാഗങ്ങളും ഇവിടെ ഈ സൈഡിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് ഇൻവെർട്ടർ DB ആണ്. അപ്പോൾ ഇൻവെർട്ടർ DB-യിൽ സപ്ലൈറ്റ് ആയിട്ട് നമ്മൾ ഈ വീട്ടിൽ സപ്ലൈറ്റ് ആയിട്ട് ഇൻവെർട്ടർ DB സപ്ലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ബാക്ക് സൈഡ് കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ക്രംപിങ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിന്റെ ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ഭാഗം രണ്ട് ന്യൂട്രൽ ലിങ്ക് വരുന്നുണ്ട്. ഈ രണ്ട് ന്യൂട്രൽ ലിങ്ക് സപ്ലൈറ്റ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഭാഗത്ത് ന്യൂട്രൽ വരുന്നുണ്ട്, അതേപോലെ ഇവിടെയും ഇൻവെർട്ടറിന് സപ്ലൈറ്റ് ന്യൂട്രൽ വരുന്നുണ്ട് കേട്ടോ. KCB-യുടെ DB-ന്ന് വരുന്ന ന്യൂട്രൽ കാര്യങ്ങളൊന്നും ഇതിൽ കയറാൻ പാടില്ല. KCB-യിൽ വരുന്ന ന്യൂട്രൽ ഒരിക്കലും ഇതിൽ കയറിയത് അത് ആ DB-ക്ക് തന്നെ പോകണം. നമ്മൾ ഇൻവെർട്ടറിന് എവിടെയൊക്കെ കൊടുത്തിരിക്കുന്നു അതിന്റെ ന്യൂട്രൽ മാത്രമാണ് ഈ DB-യിലേക്ക് വരാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻവെർട്ടറിന്റെ സപ്ലൈറ്റ് RCB വെച്ച് ചെയ്തുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ന്യൂട്രലിന്റെ വയറും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ടു ചെയ്യാനുള്ളത് ഇതിലേക്കുള്ള ഫേസും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ മോളത്തെ തിയേറ്ററിലേക്ക് സപ്ലൈറ്റ് ന്യൂട്രൽ പോകുന്നുണ്ട്, അത് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യില്ല. അത് ഈ ഇവിടെ വരുന്ന ഐസൊലേറ്ററിന്റെ താഴ്ഭാഗത്താണ് കണക്ട് ചെയ്യുക. അത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ ഈ DB ചെയ്തില്ല. ആദ്യം നമ്മൾ ഇൻവെർട്ടർ DB കംപ്ലീറ്റ് ഡ്രസ്സിംഗ് കഴിഞ്ഞിട്ടാണ് ആ DB-യിലേക്ക് പോകുള്ളൂ കേട്ടോ.